എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 63, 64 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തമാണുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണനും ബലരാമനും കൂടിയിട്ട് കൊട്ടാരത്തിലേക്ക് മധുരാപുരിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി, പ്രത്യേകിച്ച് പുരന്ധ്രിമാർ, അതായത് സാന്ദീപനിയുടെ ഗൃഹത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന 2 ബാലകന്മാരെയും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആനയിച്ചു, സ്വാഗതമോദി എന്നൊക്കെയാണ് പറഞ്ഞത്. സ്ത്രീകളുടെ കാര്യമാണ് അവിടെ എടുത്തു പറഞ്ഞത്. ഇപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണത് പുരുഷന്മാരുടെ കാര്യമാണ്. നമുക്ക് ആദ്യം 63ാമത്തെ ശ്ലോകം ചൊല്ലാം. സംഘട്ടന ഭ്രഷ്ടകിരീടരത്ന സഞ്ജൂർണിതോരസ്ഥലഹാരദണ്ഡ സമുദ്യതസ്തത്പ്രണതൗ മുഹൂർത്തം നലേഭിരേ ഭൂപതയോവകാശം. ആദ്യം പദച്ഛേദം പറയാം. സംഘട്ടന ഭ്രഷ്ടകിരീടരത്നാഃ സഞ്ജൂർണിതോരസ്ഥലഹാരദണ്ഡാഃ സമുദ്യതാഃ തത്പ്രണതൗ മുഹൂർത്തം ന ലേഭിരേ ഭൂപതയ അവകാശം. ഭൂപതിമാർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ. അവർക്ക് എത്രയൊക്കെ ആയിട്ടും ഭഗവാന്റെ അടുത്തേക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് എത്താനും ഭഗവാനെ നമസ്കരിക്കാനും വേണ്ടതുപോലെ ആരാധിക്കാനും ഒന്നും സാധിച്ചില്ല എന്നാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. അന്വയം ഇങ്ങനെയാണ് തുടങ്ങുക. സംഘട്ടന ഭ്രഷ്ട കിരീട രത്നാഹ. സംഘട്ടനം എന്ന് പറഞ്ഞാൽ തല്ലുകൂടുക എന്നുള്ള അർത്ഥമില്ല. ശരിക്കും സംഘട്ടനം നടത്തുക എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലുകൂടണതിനെയാണ് പറയുക. തല്ലുകൂടണതിനെയാണ് സംഘട്ടനം. ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള തല്ലുകൂടലിനെയാണ് സംഘട്ടനം എന്ന് പറയുക. ഇവിടെ ഒരു സംഘട്ടനമൊന്നുമില്ല. ഭൂപതിമാർ, രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ തമ്മിൽ അടിപിടി കൂടണമൊന്നുമില്ല. പക്ഷെ അവർക്കൊരു കാര്യത്തിൽ വാശിയുണ്ട്, ഭഗവാന്റെ അടുത്തേക്ക് എത്തണം എന്നുള്ള കാര്യത്തിൽ. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിൻ്റെ ഒപ്പം എന്താ സംഭവിച്ചത്? സംഘട്ടന ഭ്രഷ്ട കിരീടരത്നാഹ. സംഘട്ടനം, മുന്തിയും തള്ളിയൊക്കെ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക് ഈ സാമന്ത രാജാക്കന്മാർ വന്നപ്പോൾ അതിനെയാണ് ഇവിടെ സംഘട്ടനം എന്ന് പറയുന്നത്. മുന്തും തള്ളുമൊക്കെ അതിനെ അങ്ങനെ ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവരുടെ തലയിലെ കിരീടം പലരുടെ തലയിൽ നിന്ന് താഴത്തേക്ക് വീണുപോയി. അതാണ് ഭ്രഷ്ട കിരീടരത്നാഹ. കിരീടങ്ങൾ പലരുടെയും ശിരസിൽ നിന്ന് താഴത്തേക്ക് വീണു. കിരീടങ്ങളിൽ അലങ്കാരമായിട്ട് അണിഞ്ഞിരുന്നതായ രത്നങ്ങളൊക്കെ താഴത്തേക്ക് വീണു. അങ്ങനെ പലതും സംഭവിച്ചു. അതായത് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ട ആൾക്കാരുടെയൊക്കെ കിരീടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ തിക്കും തിരക്കും കൂട്ടി വരണതിൻ്റെ ഇടയ്ക്ക് കിരീടങ്ങൾ തമ്മിൽ മുട്ടിക്കൊണ്ട് പലതിനും കേടുപാടുകൾ സംഭവിച്ചു. അതിൽ പതിച്ചു വച്ചിരിക്കുന്നതായ രത്നങ്ങളൊക്കെ താഴേക്ക് കൊഴിഞ്ഞു വീഴാനും തുടങ്ങി. അങ്ങനെയുള്ള രാജാക്കന്മാർ. അതാണ് സംഘട്ടന ഭ്രഷ്ട കിരീടരത്നാഹ. അതോടൊപ്പം തന്നെ സഞ്ജൂർണിതോരസ്ഥലഹാരദണ്ഡാഹ. ഉരസ്ഥലങ്ങളിൽ, മാറിടങ്ങളിൽ രാജാക്കന്മാരൊക്കെ നീളമുള്ളതായ മാലകൾ ധരിച്ചിരുന്നു. അങ്ങനെ നീളമുള്ള കാല് വരെ നീണ്ടു കിടക്കുന്നതായ മാലകളെയാണ് ഈ ഹാരദണ്ഡങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഏതാണ്ടൊരു വലിയ ദണ്ഡം വച്ചതുപോലെ, ഒരു വടി ഇങ്ങനെ മാറത്ത് വച്ചതുപോലെ, അങ്ങനെ നീണ്ടു കിടക്കുന്ന, കാല് വരെ നീണ്ടു കിടക്കുന്ന മാലകൾ. അത് വേണമെങ്കിൽ ഈ പുറം ഭാഗത്ത് നിന്ന് ഇടുന്നതും താഴത്തേക്ക് 2 അറ്റങ്ങൾ തുറന്നു നിൽക്കുന്നതുമായിട്ടുള്ള വനമാല പോലെയുള്ള മാലകളൊക്കെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള മാലകൾ കണ്ടാൽ ദണ്ഡം പോലെ ഇരിക്കുന്നതായ, അമർത്തി കെട്ടിവരിഞ്ഞുണ്ടാക്കിയതായ മാലകളൊക്കെ തന്നെ എന്തു സംഭവിച്ചു? ആ മാലകൾക്ക് സഞ്ജൂർണിതം, പൊടിയായിട്ട് പൊട്ടി തകർന്നു പോയി. ഉരസ്ഥല ഹാരദണ്ഡാഹ. ഉരസ്ഥലത്ത്, മാറിടങ്ങളിൽ അണിഞ്ഞിരുന്നതായ ദണ്ഡങ്ങളെ പോലെയുള്ള നല്ല നീണ്ടു കിടക്കുന്ന മാലകൾ സഞ്ജൂർണിതങ്ങളായി പൊടി പരുവത്തിലായി തീർന്നു. കൂട്ടിയിടിച്ചിട്ട് അതിൻ്റെ ഭാവവും രൂപവും ഒക്കെ മാറിപ്പോയി എന്നർത്ഥം. അതാണ് സഞ്ജൂർണിതോരസ്ഥലഹാരദണ്ഡാഹ. ഇനി എപ്പോഴാണ് അതൊക്കെ? മുഹൂർത്തം തത്പ്രണതൗ സമുദ്യതാഹ ഭൂപതയ. മുഹൂർത്തം, കുറച്ച് നേരത്തൊക്കെയാണ് ഓരോ രാജാക്കന്മാരും ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നമസ്കരിക്കാനായിട്ട് പുറപ്പെട്ടത്. അതാണ് മുഹൂർത്തം. അല്പനേരത്തേക്ക് തത്പ്രണതൗ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ നമസ്കരിക്കുവാൻ വേണ്ടി നമസ്കരിക്കുന്നതിൽ സമുദ്യതാഹ ഉത്സാഹം പൂണ്ടവരായിട്ടുള്ള ഭൂപതയ
രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ അവകാശം ന ലേഭിരെ, പലർക്കും അതിനുള്ള ഇടം പോലും കിട്ടിയില്ല. വേണ്ടതുപോലെ മനസ്സിന് ഇഷ്ടം പോലെ നമസ്കരിക്കാൻ പോലും പലർക്കും പറ്റിയില്ല. കുറച്ച് പേരൊക്കെ വന്നിട്ട് മുമ്പിൽ നിന്ന് നമസ്കരിച്ച് പോയിട്ടുണ്ടാവാം, പക്ഷെ എല്ലാവർക്കും ഒരുപോലെ അവസരം ലഭിച്ചില്ല എന്നിട്ടും എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാക്കിയതായ തിക്കും തിരക്കും, അതിൽ പലരുടെയും ആഭരണങ്ങളും കിരീടങ്ങളും ഒക്കെ പൊട്ടിപ്പോവുകയും തകർന്നു പോവുകയൊക്കെയാണ് ഉണ്ടായത്. അവർക്കൊന്നും വേണ്ടതുപോലെ ഭഗവാനെ അല്ലെങ്കിൽ ബലരാമനെയും നമസ്കരിക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് തിക്കും തിരക്കുമായിരുന്നു, ആൾക്കാരെ കാണാൻ ഇങ്ങനെ തിരക്ക് കൂട്ടി വന്നിരിക്കുകയായിരുന്നു എന്നാണ് ഈ ശ്ലോകം കൊണ്ട് കവി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് 64-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ആരൂഢവത്യാസനമുഗ്രസേനേ വൃദ്ധേ ജനേ ജ്യായസി ചോപവിഷ്ടേ ആശിഷ്ടഭൂമൗ സഹ ഭൂമിപാലൈഃ അത്യൂർജിതാനാം വിനയോ വിഭൂഷ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ആരൂഢവതി ആസനം ഉഗ്രസേനേ വൃദ്ധേ ജനേ ജ്യായസി ച ഉപവിഷ്ടേ ആശിഷ്ട ഭൂമൗ സഹ ഭൂമിപാലൈഃ അത്യൂർജിതാനാം വിനയ വിഭൂഷ. ഇവിടെ അർത്ഥാന്തരന്യാസം എന്ന് പറഞ്ഞൊരു അലങ്കാരം കൂടി കവി ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അത് ശ്രീകൃഷ്ണൻ്റെ വിനയത്തെ ഒന്നുകൂടി എടുത്ത് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇങ്ങനെയാണ് അന്വയവും അർത്ഥമൊക്കെ വരുന്നത്. ഉഗ്രസേനേ സിംഹാസനം ആരൂഢവതി സതി. ഉഗ്രസേനൻ സിംഹാസനത്തിൽ ആരൂഢനായപ്പോൾ, അതായത് മഹാരാജാവായിട്ടിപ്പോൾ മധുരാപുരി വാഴുന്നത് ഉഗ്രസേനനാണല്ലോ. ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മഹാരാജാവ് സിംഹാസനത്തിൽ വന്ന് ആരൂഢനായി, വന്നിരിപ്പായി അവരെ എല്ലാവരെയും ആശംസിക്കാനും ആശീർവദിക്കാനും ഒക്കെ ആയിട്ട്. അങ്ങനെ വന്നപ്പോൾ അതാണ് ഉഗ്രസേനേ സിംഹാസനം ആരൂഢവതി. ഉഗ്രസേന മഹാരാജാവ് സിംഹാസനത്തിൽ വന്ന് ഉപവിഷ്ടനായപ്പോൾ, മാത്രമല്ല ജ്യായസി വൃദ്ധേ ജനേ ച ഉപവിഷ്ടേ. ജ്യായസി, ജ്യായസി എന്നൊക്കെ പറഞ്ഞാൽ തന്നേക്കാൾ മുതിർന്നവർ എന്നർത്ഥം. കാരണവന്മാരായിട്ടുള്ളവർ, പ്രായം കൊണ്ട് കൂടിയവർ, അതായത് വയോവൃദ്ധന്മാർ, ജ്ഞാനവൃദ്ധന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവരെല്ലാവരും അവിടെ വന്ന് ഇരിപ്പായി. അതാണ് വൃദ്ധേ ജനേ ച ഉപവിഷ്ടേ. വൃദ്ധന്മാരായിട്ടുള്ള ജനങ്ങൾ, പ്രത്യേകിച്ച് വയോവൃദ്ധന്മാർ, അങ്ങനെയുള്ളവർ, വയസ്സുകൊണ്ട് വാർദ്ധക്യം വന്നിട്ടുള്ളവരെയും വളരെയധികം ബഹുമാനിക്കേണ്ടതാണ്. ജ്ഞാനവൃദ്ധന്മാരുണ്ടാവും, പക്ഷേ അത് ചെറുപ്പക്കാരും സംഭവിക്കാം. വയോവൃദ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ കുറേ കാലം ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ടുള്ള പരിചയം കൊണ്ട് നേടിയെടുത്ത വിജ്ഞാനമുള്ളവരാണ്. അവരെന്തായാലും ബഹുമാനിക്കണം. അതാണിവിടെ അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടി തന്നെയാണ് പറയണത്. വൃദ്ധേ ജനേ, വൃദ്ധന്മാരായിട്ടുള്ള ജനങ്ങൾ അവരവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായപ്പോൾ, ഉപവിഷ്ടേ. ഇനി അപ്പോൾ ശ്രീകൃഷ്ണൻ എന്താ ചെയ്തത്? ഭൂമിപാലൈഹി സഹ ഭൂമൗ ആശിഷ്ട. കൃഷ്ണൻ വേഗം പോയി ഇരുന്നത് എവിടെയാണെന്നറിയോ? സിംഹാസനങ്ങളിലോ അല്ലെങ്കിൽ പീഠങ്ങളിലൊന്നുമല്ല, നിലത്താണ് ഇരുന്നത്. അതാണ് ഭൂമിപാലൈഹി. മഹാരാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ സാമന്ത രാജാക്കന്മാരെ, ചെറുപ്പക്കാരൊക്കെ നിലത്തിരുന്നാൽ മതി. പ്രായമുള്ളവർ മാത്രമേ പീഠത്തിലും സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നുള്ളൂ. അവരൊക്കെ അവരവരുടെ ഇരിപ്പിടങ്ങളിലിരുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ നിലത്തിരുന്നപ്പോൾ, അതാണ് സുകുമാരകവി പറഞ്ഞത് ഭൂമിപാലൈഹി സഹ. ഭൂമിപാലകന്മാരോട് കൂടിയിട്ട്, സാമന്ത രാജാക്കന്മാരോട് കൂടിയിട്ട് ഭഗവാൻ ഭൂമൗ ആശിഷ്ട. ശ്രീകൃഷ്ണൻ വെറുതെ നിലത്ത് വല്ല വിരിപ്പോ അല്ലെങ്കിൽ പായയൊക്കെ വിരിച്ചിട്ടുണ്ടാവുമായിരിക്കും, അതിൻ്റെ മുകളിലാണ് പോയി ഇരുന്നത്. എന്നിട്ട് ആ ഇരിപ്പിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റിയിട്ട് കവി എടുത്തു പറയാണ്. അത്യൂർജിതാനാം വിനയ വിഭൂഷ. അത്യൂർജിതന്മാർ, വളരെയധികം ഊർജം ഉൾക്കൊണ്ടിട്ടുള്ളവർ, മടിയന്മാരൊന്നുമല്ല, എല്ലാ സമയവും പ്രവർത്തന നിരതന്മാരായിട്ടുള്ളവർ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരുടെ അലങ്കാരം എന്ന് പറയുന്നത് വിനയമാണ്. അവരെപ്പോഴും വിനയം കൊണ്ടാണ് ശോഭിക്കുന്നത്, അല്ലാതെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല. അപ്പോൾ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. വലിയ വലിയ ആൾക്കാരെ, മുതിർന്നവരൊക്കെ സിംഹാസനത്തിലിരുന്നപ്പോൾ ഭഗവാൻ അവരുടെ ഇടയിൽ ഒരു കുട്ടി എന്നുള്ള പോലെ നിലത്ത് അങ്ങോട്ട് പോയിട്ടിരുന്നു, ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ കൂടെ. ശ്രീകൃഷ്ണനും ബലരാമനും, രണ്ടുപേരുടെ കാര്യവും പറയണം. അവർ രണ്ടുപേരും നിലത്താണ് ഇരുന്നത്.
വളരെയധികം ഊർജമുള്ളവരുടെ സ്വഭാവമാണല്ലോ വിഭൂഷ. ഇതാണ് സാമാന്യമായിട്ടുള്ള ഉക്തി. ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും നിലത്തിരിക്കലിനെ പറ്റി വർണ്ണിച്ചത് വിശേഷമായിട്ടുള്ള ഉക്തി. അപ്പോൾ ആദ്യം പറഞ്ഞതായ വിശേഷോക്തിയെ സാമാന്യം കൊണ്ട് സമർത്ഥിച്ചത് കൊണ്ട് അവിടെ അർത്ഥാന്തരന്യാസം അലങ്കാരം വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ സാധാരണക്കാരൊക്കെ എന്താ ചെയ്തേ? സാധാരണ പോലെ നിലത്തിരുന്നു, അതേപോലെ തന്നെയാണ് ഞങ്ങളും എന്നുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി തന്നെ എല്ലാ പ്രായം ചെന്ന പ്രായാധിക്യമുള്ള വൃദ്ധന്മാരൊക്കെ കസേരയിലും സിംഹാസനത്തിലും പീഠത്തിലുമൊക്കെ ഇരുന്നപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും നിലത്ത് സാധാരണക്കാരുടെ കൂടെ ഇരുന്നു എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സംഘട്ടന ഭ്രഷ്ടകിരീടരത്ന സഞ്ജൂർണിതോരസ്ഥലഹാരദണ്ഡ സമുദ്യതാസ്തത്പ്രണതൗ മുഹൂർത്തം നലേഭിരേ ഭൂപതയോവകാശം ആരൂഢവത്യാസനമുഗ്രസേനേ വൃദ്ധേ ജനേ ജ്യായസി ചോപവിഷ്ടേ ആശിഷ്ടഭൂമൗ സഹ ഭൂമിപാലൈ അത്യൂർജിതാനാം വിനയോ വിഭൂഷ. അങ്ങനെ മഹാരാജാവ് സിംഹാസനത്തിലിരുന്നു. അതിന് തൊട്ടു താഴെ പ്രായമുള്ളവരായിട്ടുള്ള അമാത്യന്മാർ, അതുപോലെ ഉപദേഷ്ടാക്കളെ ഗുരുക്കന്മാർ, അവരൊക്കെ പീഠങ്ങളിലും സിംഹാസനങ്ങളിലും രാജാവിൻ്റെ സിംഹാസനത്തിലേക്കാളും തൊട്ടു താഴെയുള്ളതായ സിംഹാസനങ്ങളിലൊക്കെ ഇരുന്നു. ഇവർ കുട്ടികളെല്ലാവരും സാമന്ത രാജാക്കന്മാരൊക്കെ കൂടിയിട്ട് നിലത്തുമിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഇവിടെ വർണ്ണിക്കുകയാണ് കവി ചെയ്യണത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.